അടുത്തതായിട്ട് ഒരു പാലക്ക മോഡൽ മാലയാണ് നോക്കുന്നത്. പറ്റുന്ന അടിപൊളി മാലയാണ്. നല്ല കണ്ടോ, ഇതാണ് അടുത്ത കമ്മല്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോഴേ ഇത് നമ്മളുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് ജ്വല്ലറി കളക്ഷൻസ് നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് കേട്ടോ. അങ്ങ് ഒരുപാട് ജ്വല്ലറി കളക്ഷൻസ് ഒന്നുമില്ല, എനിക്കുള്ള കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പോകാൻ നേരെ വീഡിയോയിലേക്ക്. ഞാനാണെങ്കിൽ മാലയും കാര്യങ്ങളും എല്ലാം ഇതുപോലെ ഒരു ബോക്സിനകത്താണ് ഇട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. ബോക്സിലിട്ട് സൂക്ഷിച്ചു വെക്കുന്ന മാത്രമല്ല, ഇതുപോലെ ഓരോ പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ നമുക്ക് ചെറുത് കിട്ടും, കടയിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പൊ ഇതുപോലെ ഓരോ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കവറിനകത്താണ് ഓരോ മാലകളും ഞാൻ ഇട്ട് വെക്കാറുള്ളത് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മാലയുടെ മുത്തോ അല്ലെങ്കിൽ ആ മാലയുടെ കളർ വേറൊരു മാലയ്ക്ക് അത് പിടിക്കുകയോ സ്റ്റോൺ ഒന്നും പോവുകയോ ഒന്നും ചെയ്യത്തില്ല. എപ്പോഴും നല്ല എത്ര വർഷങ്ങളായാലും ശരി അതുപോലെ നല്ല ഭദ്രമായിട്ട് മാലകളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു ബോക്സിലിട്ട് കമ്മലുകളായാലും മാലയായാലും എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്. ഇതാണ് മാല സൂക്ഷിച്ചു വെക്കുന്ന ഒരു ബോക്സ്. ഞാൻ കമ്മല് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ബോക്സ് കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ കമ്മലൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ ഒരു കാർ എടുത്തായിരുന്നു കേട്ടോ. അപ്പം നമ്മള് കാർ എടുത്ത വ്ളോഗൊക്കെ നമ്മുടെ ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണുക. അപ്പൊ നമ്മൾ ഹൂണ്ടായുടെ പോപ്പുലറിൽ നിന്നാണ് വണ്ടി എടുത്തത് കേട്ടോ. ഹൂണ്ടായുടെ എക്സ്ട്രാ ആണ് ഞങ്ങൾ എടുത്ത വണ്ടി. അപ്പോഴത്തേക്ക് അവിടുന്ന് നമുക്കൊരു ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് തന്നൊരു ബോക്സ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് വെറുതെ വേണമെങ്കിൽ എടുത്ത് അയ്യത്ത് കളയാം. അപ്പം ഞാൻ വിചാരിച്ചു ഇതാണ്ട് ഞങ്ങൾ കാണിച്ചു തരാം. കളയുന്നതിന് പകരം ഇത് നമുക്ക് എന്തുകൊണ്ടും കമ്മലൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെക്കാൻ നല്ലൊരു ഡ്രേ ആണ്. നോക്കിക്കേ, ഇതാ കണ്ടോ, ഇതുപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു ഉറയുണ്ട് ഇതിനകത്ത്. അപ്പൊ നമുക്കത് സൂക്ഷിച്ച് കമ്മലിട്ട് വെക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്കിനി ഓരോ മാലയും ഓരോ കമ്മലുകളും ഇത് എൻ്റെ ജ്വല്ലറി ഐറ്റംസ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഞാൻ ആദ്യം കാണിക്കുന്ന നെക്ലസ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നെക്ലസ് ആണ്. എന്നാൽ ഞാനത് അധികം യൂസ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. ബട്ട് നല്ല രസമാണിത് കാണാൻ കേട്ടോ. നല്ല, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, സൂമിങ്ങിലൊക്കെ നല്ല രസമാണ്. അതിൻ്റെ ആ ഓരോ പൂക്കൾ കണ്ടോ, ഇങ്ങനെ ഈ പൂക്കൾ വന്നിട്ടാണ് ലോക്ക് ചെയിൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നല്ല രസമാണിത് കാണാൻ. എൻഡിലും ഒക്കെ അങ്ങനെ കേട്ടോ. അപ്പോൾ എൻഡും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. എൻഡും ഈ ഒരു പോർഷനാണ് വരുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഈ ഒരു നെക്ലസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. നെക്ലസ്സാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതാണ് അടുത്ത നെക്ലസ് കേട്ടോ. ഇത് ഭയങ്കര വൈറ്റ്, ഇത് ഫുൾ വരുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത്. വൈറ്റ് സ്റ്റോണും ഗോൾഡും കൂടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, വൈറ്റ് സ്റ്റോൺ, നല്ല ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരും കേട്ടോ. വൈറ്റ് സ്റ്റോണും അതിൻ്റെ എൻഡ് ഉണ്ടോ, നല്ല ഒരു പേൾ വരുന്നുണ്ട്. പോർഷൻ്റെ അവിടെ ഒരു പേൾ വരുന്നുണ്ട് കേട്ടോ. അടുത്തതൊരു വലിയ നെക്ലസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോൺ വർക്കാണ്. ഗോൾഡ് ചെറുതായിട്ടേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഫുള്ളും വൈറ്റ് സ്റ്റോൺ വർക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതെൻ്റെ ബിഗ് ഡേക്ക് ഞാൻ ഉപയോഗിച്ച നെക്ലസ് ആണ്. അതായത് കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ റിസപ്ഷന് ഞാൻ ഉപയോഗിച്ചതാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഒരു വള വരുന്നുണ്ട്. ഇതിൻ്റെ വള ഇതൊരു സെറ്റാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ വളയെന്ന് പറഞ്ഞാൽ. കണ്ടോ, വള നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. നല്ല ഇതാണ് അതിൻ്റെ വള. ഞാനിവിടെ വെച്ച് കാണിച്ചേക്കാം. വെച്ച് കാണിക്കുമ്പോൾ ഒരു കാര്യം കാണിക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ വള വരുന്നത്. അപ്പം നല്ല രസമാണിത്. ആ ഒരു വള നമ്മളിങ്ങനെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ടേ, നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഞാന്ന് കിടക്കും. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ. അപ്പോൾ വള ഞാൻ ഈ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു നെറ്റിച്ചുട്ടി വരുന്നുണ്ട് കേട്ടോ. ഒരു നെറ്റിച്ചുട്ടി സെയിം അത് തന്നെയാണ് നെറ്റിച്ചുട്ടി എന്ന് പറഞ്ഞാൽ കേട്ടോ. നല്ല കല്ല്, വൈറ്റ് സ്റ്റോണിൻ്റെ നല്ല ഭംഗിയുള്ള കല്ലിലാണ് ഇതിൻ്റെ നെറ്റിച്ചുട്ടി വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കമ്മൽ. ഫുൾ വൈറ്റ് സ്റ്റോൺ തന്നെ, നല്ല ഒരു വലിയ സൈസ് കമ്മലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇട്ടുകൊണ്ട് നിൽക്കുന്ന തലേ ദിവസത്തെ ഫോട്ടോ നിങ്ങളെ ഞാൻ കാണിച്ചേക്കാം കേട്ടോ. ഇത് കാണിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇതുപോലെ എല്ലാം ഇത് കണക്കൊരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഇട്ട് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നിറങ്ങളോ കല്ലോ ഒന്നും പോകത്തില്ല. കമ്മലായാലും എല്ലാം ഞാൻ പ്രത്യേകം ഒരു സെറ്റായിട്ടാണ് സൂക്ഷിക്കുന്നത് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു അന്ന് ഞങ്ങൾക്ക് 1500 രൂപയ്ക്ക് അടുത്ത് തന്നെ ഞങ്ങൾക്ക് ആയി കേട്ടോ. മാല, അതുപോലെ തന്നെ നല്ല ഫുൾ സ്റ്റോൺ വർക്കും ഇങ്ങനെ കൊഞ്ചലം കണക്കുള്ള ഒരു വള, 2 വലിയ സൈസ് കമ്മൽ, ഒരു നെറ്റ് ചുട്ടി കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞത്. കണ്ടോ, കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതായിരുന്നു ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ റിസപ്ഷന് ഉപയോഗിച്ചത്. ഇത് ഇട്ടുകൊണ്ട് നിൽക്കുന്നൊരു ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ നെക്ലസിൻ്റെ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ. കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇത്.
ഇനി അടുത്തൊരു മാല ഞാൻ കാണിക്കാൻ പോകുന്നത്, ഇത് ഞാനൊരു ഉത്സവത്തിന് പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. ഉത്സവത്തിന് പോയപ്പോൾ ഞാൻ മേടിച്ചൊരു മാലയാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരെയും അതിശയിപ്പിക്കും കേട്ടോ. 50 രൂപ മാത്രമാണ് ഈ മാലയ്ക്ക് വരുന്ന റേറ്റ്. ഇപ്പം മിക്ക ഉത്സവത്തിൻ്റെ സീസണിലും പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ഒരു പേളിൻ്റെ മാലയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ത്രെഡാണ് വരുന്നത് കേട്ടോ. ത്രെഡാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല യൂസാണ്. നമുക്ക് സാരിയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത്രയ്ക്ക് ഭംഗിയുള്ള ഗോൾഡ് വൈറ്റ് പേളിലാണ് ഇത് മാല വരുന്നത് കേട്ടോ. സൂപ്പർ മാലയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു പാലക്ക മോഡൽ മാലയാണ് നോക്കുന്നത് കേട്ടോ. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മാലയാണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് കേട്ടോ. നല്ല അടിപൊളി ഭംഗിയാണ്. പച്ച കളർ പാലക്കകത്ത് ചുവപ്പ് കളറാണ് ആ ഓരോ സ്റ്റോൺ വർക്കും വന്നേക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മാലയാണ്. അല്ല, എനിക്ക് ഈ മാല ഭയങ്കര ഇഷ്ടമുള്ളൊരു മാലയാണ് കേട്ടോ. ഇതാണ് പാലക്ക മാലയാണേ. അപ്പോൾ വീണ്ടും ഒരു പച്ച കളറിലെ ലോട്ടസിൻ്റെ നെക്ലസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ച കളർ. അപ്പം പച്ച കളറിനകത്ത് ഗോൾഡ് ആൻഡ് വൈറ്റ് പേളിൻ്റെ സ്റ്റോൺസ് ആണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല രസമുള്ളൊരു ജോക്കർ ടൈപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യണേ അങ്ങനെ ചെയ്യാം. നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യണേ അങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടോ. നല്ല അടിപൊളി ഒരു ലോട്ടസിൻ്റെ നെക്ലസ് ആണ് കേട്ടോ. സാരിയുടെ കൂടെയാണ് എനിക്ക് തോന്നുന്നു കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ സാരികളൊക്കെ, അതായത് നല്ല സ്റ്റോൺ വർക്കുള്ള സാരികൾ അല്ലെ പട്ട് സാരികളൊക്കെ ഉടുക്കുമ്പോഴാണ് ഞാൻ കൂടുതലും ഈ ഒരു മാല ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ഇപ്പോൾ ഒരു ആകാശ നീല, മെറൂൺ കളറ്, പച്ചപ്പട്ട് ഇങ്ങനെയൊക്കെയുള്ള കളറിലെ സാരികൾ വരുമ്പോഴാണ് ഞാൻ കൂടുതലും ഈ ഒരു മാല ഉപയോഗിക്കാറുള്ളത്. പക്ഷെ നല്ല അടിപൊളി ഒരു മാലയാണ്. ഒരു 4-5 വർഷത്തോളമാണ് ഞാനിത് മേടിച്ചിട്ട് കേട്ടോ. ഇത് എൻ്റെ ഒരു ലോക്കറ്റാണ് കേട്ടോ. എൻ്റെ ഒരു അടിപൊളി നെക്ലസ് ആയിരുന്നു ഇതിൻ്റെ. പക്ഷേ അതിനകത്ത് നിന്ന് ഈ ലോക്കറ്റ് വിട്ടുപോയി കേട്ടോ. അപ്പം ഇനി വേറൊരു മാല നമുക്ക് മേടിച്ചിട്ട് ഒപ്പിക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ഒരു ലോക്കറ്റാണ്. നല്ല രസമാണ് ഈ ഒരു ലോക്കറ്റ് കാണാൻ കണ്ടോ. നല്ല മജന്ത, പച്ച, വെള്ള, മെറൂൺ ആ ഒരു ഷെയ്ഡിൽ വന്നേക്കുന്ന അടിപൊളി ലോക്കറ്റാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാലക്കാമാലയാണ് ഇതും കേട്ടോ. ഇത് പക്ഷേ പച്ച കളറല്ല, കടും നീല കളറും പിന്നെ മജന്ത കളറും കൂടെ. മജന്തയാണോ എന്ന് ചോദിച്ചാൽ മജന്ത അല്ല, ഒരു മെറൂൺ കളറാണ് കേട്ടോ. അതുകൂടെ ചേർന്ന് വരുന്ന ഒരു പാലക്ക മലയാണ്. കണ്ടോ, നിങ്ങൾക്ക് ആ സൂമിങ്ങിൽ അറിയാൻ പറ്റുമല്ലോ അതിൻ്റെ ഒരു കളർ ഷെയ്ഡ്. കറക്റ്റ് കളറാണ് നിങ്ങൾക്ക് ക്യാമറയിലും കാണാൻ പറ്റുന്നത് കേട്ടോ. അടിപൊളി മാലയാണ്. നല്ല രസമാണ് ഇത് കാണാൻ കേട്ടോ. ഇത് നല്ല മനോഹരമായിട്ട് ഒരു നെക്ലസ് ആണ് കേട്ടോ. ഇത് ഫുള്ളും ഗോൾഡ് ഷെയ്ഡിലാണ് ഈ ഒരു നെക്ലസ് വന്നിരിക്കുന്നത്. പിന്നെ ഗോൾഡ് ഉണ്ട്, പിന്നെ ഒരു ക്രീം കളർ പേൾ വന്നിട്ടുണ്ട്, പിന്നെ ഗ്രീൻ ആൻഡ് മെറൂൺ കളർ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കളർ വരുന്ന ഒരു നെക്ലസ് ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒന്നും കൂടെയാണ് നമുക്ക് സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടൊരു നെക്ലസ് ആണിത്. അപ്പോൾ ഇതോടുകൂടി എൻ്റെ നെക്ലസ് കളക്ഷനൊക്കെ തീർന്നിരിക്കുകയാണ്. ഇനി കമ്മൽ സെക്ഷനിലേക്ക് നമുക്ക് പോകാം. എൻ്റെ കയ്യിൽ നേരത്തെ ഒരുപാട് കമ്മലിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെല്ലാം ഞാൻ ഒരു ബോക്സിനകത്ത് തന്നെ ഒരുമിച്ച് ഇട്ട് വെച്ചിട്ട് സമയം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ സ്റ്റോണും പിന്നെ നിറങ്ങളും ഒക്കെ പോയി ചീത്തയായി, നമുക്ക് ഉപയോഗിക്കാൻ വയ്യാത്ത രീതിയിലായിട്ടുണ്ട് ആ കമ്മലൊക്കെ കേട്ടോ. പിന്നെ അതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് പിന്നെ കുറേശ്ശെ മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ ഒരുപാട് ഞാത്തുള്ള കമ്മലൊക്കെയാണ് ഇഷ്ടം. സ്റ്റഡ് ടൈപ്പ് അങ്ങനെ വളരെ ഞാൻ യൂസ് ചെയ്യുന്ന കുറവാണ് കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞതിനൊക്കെ ശേഷം ഗോൾഡ് കമ്മലാണ് എപ്പോഴും ഇടാറുള്ളത്. അങ്ങനെ ഇങ്ങനെയുള്ളതൊന്നും ഇടാറില്ലായിരുന്നു കേട്ടോ. എന്നാലും എൻ്റെ ഉള്ള കളക്ഷൻ്റെ കമ്മലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇനി അടുത്തൊരു കമ്മൽ ഇതാണ് കേട്ടോ. ഗോൾഡിൻ്റെ ജിമിക്കയാണ് വരുന്നത്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. നല്ല വലിയ, എനിക്കാണെങ്കിൽ ജിമിക്കൊക്കെ ഇടുകയാണെങ്കിൽ ഇത്രയും വലിയ ടൈപ്പ് തന്നെ വേണം കേട്ടോ, നിർബന്ധമാണ്. അപ്പോൾ ഈ കമ്മൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിൻ്റെ നമ്മൾ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് മേടിച്ചൊരു കമ്മലാട്ടോ. അപ്പോൾ ഇത് ഒരു 6 വർഷത്തോളമായ കമ്മലാണ്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റാം. നല്ല രസമാണ് ഇപ്പോഴും ഇത് കാണാനായിട്ട് കണ്ടോ. നല്ല ഭംഗിയാണ് ഇതിപ്പോഴും കാണാനായിട്ട്. ഇതാണ് ആ കമ്മല്. ഇനി അടുത്തതായിട്ട് ഒരു പച്ച കമ്മലാണ് കേട്ടോ. എനിക്ക് ഈ പച്ച കളറിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. നല്ല രസമാണ് ഈ കമ്മൽ കാണാൻ. നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നല്ല രസമുള്ളൊരു കമ്മലാണിത് കേട്ടോ. നല്ല ഫുള്ളും വൈറ്റ് സ്റ്റോൺ വന്നിട്ട് പച്ച കളറാണ് അതിനകത്തേക്ക് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത കമ്മലെന്ന് പറഞ്ഞാൽ. ഇതാണെങ്കിൽ ഇത് വേറൊരു ജിമിക്കയാണ് കേട്ടോ. ഇത് ഭയങ്കര രസമാണ് കാണാൻ. നോക്കിക്കേ, നല്ല രസം. ഇതിനകത്ത് എനിക്ക് തോന്നുന്നൊരു മയിലാണെന്ന് തോന്നുക വന്നേക്കുന്നത് കേട്ടോ. ഒരു മയിലിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. പച്ച, ഗോൾഡ്, പിന്നെ ഒരു മജന്ത കളറാണോ മെറൂൺ കളറാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആ രീതിക്ക് വരുന്ന ഒരു അടിപൊളി ജിമിക്കയാണ് ഇത് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. വീണ്ടും ഒരു പച്ചയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് പച്ച കളക്ഷനാണ്.
പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഇത് ഫുള്ളും വൈറ്റ് സ്റ്റോൺ വന്നിട്ട് പച്ചയാണ് വരുന്നത് കേട്ടോ. ഇതാണ്ട് ഇവിടെ നിന്ന് വെച്ച് തരാം ഞാൻ കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. നോക്കി അടുത്ത വീണ്ടും ഒരു പച്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതിനകത്തല്ല പച്ച ഒരു മുത്ത് വരുന്നുണ്ട്, പിന്നെ വെള്ള കളറുള്ള സ്റ്റോണും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു കമ്മൽ. നല്ല രസമാണ്, ഇവിടെ വെക്കാം. ഒത്തിരി വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തോന്നുന്നുണ്ട് എനിക്ക് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കയ്യിലെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു കമ്മൽ. അപ്പോൾ നിങ്ങൾ പച്ച കണ്ട് മടുത്തല്ലോ, ഇനി കുറച്ച് നീല കാണാം. കുറച്ചില്ല, ഇതാണ് നീല കമ്മൽ കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഈ കമ്മൽ 6 വർഷമായി കേട്ടോ ഈ കമ്മൽ ഞാൻ മേടിച്ചിട്ട്. എന്തെന്ന് വെച്ചാൽ ഇതെൻ്റെ അച്ചായി എനിക്ക് മേടിച്ച് തന്നെയാണ്. ഞങ്ങളുടെ ഇടുക്കിയിലെ വെഡ്ഡിങ് റിസപ്ഷൻ എടുത്ത കമ്മലാണ് കേട്ടോ. ഇടുക്കിയിലായിരുന്നു, അച്ചായിയുടെ വീട് ഇടുക്കിയിലാണ്. അപ്പോൾ ഇടുക്കിയിലെ വെഡ്ഡിങ് റിസപ്ഷന് മേടിച്ച കമ്മലാണ് കേട്ടോ. ഒരു ബ്ലൂ ഗൗണായിരുന്നു. അപ്പോൾ അതിന് പറ്റിയ ഒരു എന്താ പറയണ്ടേ, ഒരു ജിമിക്കയാണ് കേട്ടോ. നല്ല രസമാണ് ഇത് കാണുന്നുണ്ട്. 2 എണ്ണം വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് നീല കളറിൽ. അപ്പോൾ നോക്കിക്കേ, ഇതൊക്കെ ഒരു കല്ലോ ഒന്നും മങ്ങാതെ അടിപൊളിയായിട്ട് ഇരിക്കുന്നില്ലേ, നോക്കിക്കേ. ഇനി ഇത് ബ്ലാക്ക് കളറിൽ വരുന്നൊരു ഇപ്പോഴത്തെ മോഡലിലെ ജിമിക്കയാണ് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാനും. ഇതിങ്ങനെ ബ്ലാക്ക് കളറിൽ വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടോ നോക്കിക്കേ, നല്ല രസമല്ലേ ഇത് കാണാൻ. അപ്പോൾ ഇതാണ് വേറൊരു ജിമിക്ക. ഇതൊരു റിംഗ് ടൈപ്പ് കമ്മലാണ് കേട്ടോ. റിംഗ് ടൈപ്പ് വരുന്ന കമ്മലാണിത്. നല്ല രസമാണ്. പക്ഷേ ഇത് കാണാനും ബ്ലാക്കും വൈറ്റ് സ്റ്റോണാണ് ഇത് വരുന്നത്. ഇതൊരു അടിപൊളി കമ്മലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ്. മയിൽപ്പീലി ഉണ്ടല്ലോ, അതാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. താഴെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിലെ മുത്താണ് കൊടുത്തേക്കുന്നത്. നല്ല രസമുള്ളൊരു മയിൽപ്പീലിയുടെ കമ്മലാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു മിറർ ടൈപ്പ് കമ്മലാണ് കേട്ടോ. നടുക്ക് ഇങ്ങനെ സെൻറ്ററിൽ മിറർ വരുന്ന കമ്മലാണ്. നല്ല രസമാണ് കേട്ടോ. പക്ഷെ അടിപൊളി ഒരു കമ്മലാണ്. ഞാത്ത് ജിമിക്കയാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ജിമിക്കയാണ് കേട്ടോ. ഈ ടൈപ്പ് വരുന്നത് നല്ല രസമാണ് ഇത് കാണാനുവേ. കണ്ടോ, നല്ല രസമുള്ളൊരു ജിമിക്കയാണിത്. ഓക്കെ, ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ. ഇത് നല്ല ഇങ്ങനെ ഞാത്ത് മോഡൽ വരുന്നതാണ്. നമുക്ക് എല്ലാ തരം ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്യാം. നീല, ഓറഞ്ച്, പച്ച, മഞ്ഞ, മെറൂണ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെയും പോകുന്നൊരു കമ്മലാണ് കേട്ടോ. നല്ല രസമുള്ളൊരു കമ്മലാണിതേ. ഈ കമ്മലെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നെക്ലസ് കാണിച്ചല്ലോ, അതിനകത്തൊരു ലോട്ടസിൻ്റെ ഗ്രീൻ നെക്ലസ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പെയർ കമ്മലാണിത് കേട്ടോ. നല്ല രസമാണ്. അതിൻ്റെ കമ്മൽ കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് ഇട്ടാലും ചേരുന്ന ടൈപ്പ് കമ്മലാണ് കേട്ടോ. ഒരു സ്റ്റഡാണ് കേട്ടോ. നല്ല സ്റ്റഡാണെങ്കിൽ തന്നെയും നല്ല രസമാണ് ഈ ഒരു സ്റ്റഡ് കാണാനായിട്ട്. എല്ലാ കളറും ചേരുന്നുണ്ട്. ഓറഞ്ചും മഞ്ഞയും ഗ്രീനും എല്ലാം വൈറ്റും ഒക്കെ ചേർന്നൊരു സ്റ്റഡ് കമ്മലാണ് കേട്ടോ. നല്ല രസമാണിത് കാണാനായിട്ട്. കണ്ടോ, സ്റ്റഡാണിത് വരുന്നത്. ചേരാം, കണ്ടോ, നല്ല രസമാണ് ഈ കമ്മൽ. ഇനി വീണ്ടും ഒരു ജിമിക്കയാണ്. ഇത് നല്ല സിൽവർ കളർ വരുന്നതാണ്. അതിനകത്ത് സ്റ്റോൺ വർക്കൊക്കെ വരുന്ന നല്ലൊരു ജിമിക്കയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ജിമിക്കയാണ് ഇതും. കൊള്ളാം, നല്ല രസമാണിത് കാണാൻ. ഇനി ഇതൊരു സ്റ്റഡാണ്. നല്ല ഒരു മോഡൽ വരുന്നത്. എനിക്കിൻ്റെ മോഡലൊന്നും പറയാൻ അറിയത്തില്ല, പക്ഷേ വൈറ്റ് സ്റ്റോണിൻ്റെ നല്ല ഒരു സ്റ്റഡാണിത് കേട്ടോ. നോക്കി, ഈ കമ്മലിൻ്റെ നെക്ലസ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളപ്പം മനസ്സിലാവുന്നതെന്ന് കമൻറ്റ് ഇട്ടേരെ. ഇതിൻ്റെ നെക്ലസ് ഇതേ സെയിം നെക്ലസ് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ നെക്ലസ് കാണിച്ചതിനകത്ത്. അപ്പോൾ ആ നെക്ലസിൻ്റെ കമ്മലാണിത് കേട്ടോ. നല്ല രസമുള്ളൊരു കമ്മലാണ്. നോക്കിക്കേ, വീണ്ടും ഒരു സ്റ്റഡാണ്. നല്ല രസമുണ്ട്. ഇത് നല്ല അടിപൊളി ഒരു സ്റ്റഡാണ്. നോക്കിക്കേ, വീണ്ടും ഒരു സിൽവറിൻ്റെ കമ്മലാണേ. ഇതെന്ന് പറഞ്ഞാൽ ജിമിക്കയാണ്. മയിൽ വരുമല്ലോ, മയിൽ വരുന്നൊരു മോഡൽ ജിമിക്കയാണ് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ. എനിക്ക് ഇതും ഒരു ഇഷ്ടമുള്ള കേട്ടോ. നല്ലൊരു മോഡലല്ലേ ഇത് കാണാനായിട്ട്. എല്ലാ ഡ്രസ്സ് സാരിയുടെ കൂടെയും കുർത്തിയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയും എല്ലാത്തിനും കൂടെയും മാച്ചായി പോകുന്നൊരു മോഡലാണിത് കേട്ടോ. ഈ പച്ച എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ച ഏതായാലും. ഇത് വളരെ കാണുമ്പോൾ തോന്നും നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ആണെന്ന് തോന്നും. വെയിറ്റേ ഇല്ല കേട്ടോ, ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു കമ്മലാണ്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഒരുപാട് വർഷമായതാണ് ഈ കമ്മൽ. പക്ഷെ അടിപൊളി കമ്മലാണ്. നോക്കിക്കേ, പച്ചയും വെള്ള കളർ സ്റ്റോണുമാണ് ഈ ഒരു കമ്മലിനകത്ത് വരുന്നത്. ദേ വീണ്ടും ഒരു വൈറ്റ് സ്റ്റോൺ കമ്മലാണ് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അടുപ്പിച്ച് വെച്ച് തരാം. ഇതാണ് ഈ കമ്മൽ കേട്ടോ. താഴെ ഒരു കുഞ്ഞ് ജിമിക്കി കൂട്ടൊക്കെ വരുന്ന കമ്മലാണ്. നല്ല രസമാണ് ഇതും കാണാൻ. നോക്കിക്കേ, ഇത് മെറൂൺ കളറിൽ വരുന്നൊരു കമ്മലാണ്. നല്ല രസമുള്ള ജിമിക്കയാണ്. നോക്കിക്കേ, അടിപൊളി ഒരു ജിമിക്കയാണിത്. ഇതാണ് വേറൊരു ജിമിക്ക എന്ന് പറഞ്ഞാൽ കേട്ടോ. സൂപ്പർ അല്ലേ? ഇത് ഒരു ലോങ് ജിമിക്കയാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ജിമിക്കയാണ്. പർപ്പിൾ കളറാണ്. ഇതാണ്ട് താഴെ ഒരു പർപ്പിൾ വയലറ്റ് ആ ടൈപ്പ് കമ്മലാണിത് കേട്ടോ. ആ ഒരു കളറാണ് വരുന്നത്. ബട്ട് നല്ല രസമുള്ളൊരു കമ്മലാണ്. നമ്മൾ നെക്ലസ് കണ്ടു, കമ്മൽ കണ്ടു. ഇനി കുറച്ച് വള കാണാം. വളയെന്ന് പറഞ്ഞാൽ അങ്ങ് ഒരുപാടൊന്നും ഇല്ല, കുറച്ച് കളക്ഷനാണ് വളയുടെ. കുപ്പി വളയുടെ നോക്കിയാലോ, അജന്ത കളർ വരുന്ന വള. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ. ആകാശ നീല, മഞ്ഞ, കണ്ടോ, ഈ ഒരു സെക്ഷൻ വരുന്ന വളകളാണേ.
അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു റിങ്ങിൻ്റെ സംഭവം മേടിച്ചിട്ട്, ഇതൊരു വളയായിട്ട് യൂസ് ചെയ്യാം നമുക്ക് കേട്ടോ. മേടിച്ചിട്ട് അതിനകത്താണ് എൻ്റെ കുപ്പി വളകളൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ഇത് വേറെ ടൈപ്പ് ആകാശനീലയാണെങ്കിൽ ഇതല്ലാതുള്ള ടൈപ്പാണ് കേട്ടോ, ഇങ്ങനെയുള്ള ആകാശനീല വളകൾ. പിന്നെ കണ്ടോ, ഈ സൈസ് പച്ച, ചുവപ്പ്, മെറൂൺ, ഇതിൻ്റെയൊക്കെ ബാക്കി സെക്ഷൻ ഉണ്ടായിരുന്നു, പൊട്ടിപ്പോയതാണ് കേട്ടോ. എൻ്റെ പച്ച ഒത്തിരി ഉണ്ടായിരുന്നു, അതെല്ലാം പൊട്ടിപ്പോവും എൻ്റെ കൈ. ഞാൻ ഒരു വട്ടം എടുക്കും, എൻ്റെ കയ്യിൽ പൊട്ടിപ്പോവും. ഇത് തന്നെയാണ് സ്ഥിരം കുപ്പിവള മേടിച്ചാൽ പൊട്ടിപ്പോകുന്നൊരു പരിപാടിയാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അതാണ്ട് നോക്കിക്കേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുപ്പിവള കളക്ഷൻസ്. ഇനി അല്ലാതെ കുറച്ച് ഇങ്ങനെയുള്ള വളകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം പെട്ടിയൊക്കെ തരാൻ നേരം അതിനകത്ത് കുറച്ച് വളകളൊക്കെ ഒരുക്കി വെക്കുമല്ലോ. അപ്പോൾ എൻ്റെ കല്യാണത്തിന് എനിക്ക് 3 സാരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊടുത്തുകൊണ്ട് പോകുന്ന 3ാമത്തെ സാരിക്കകത്ത് മജന്ത കളറാണേ. അപ്പോൾ ആ കളറിന് അനുയോജ്യമായിട്ട് നാത്തൂമാരൊക്കെ കൊണ്ടുവന്ന വളയാണ് ഇത്. ഈ വള ഇത്രയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചൊക്കെ നിങ്ങൾ ആലോചിച്ച് പോകണം. അപ്പോൾ അവർ പറഞ്ഞ് ഇതും കൂടെ എന്തായാലും ഇട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അന്ന് എനിക്ക് കയറത്തില്ല, എന്നാലും ഞാൻ കുത്തി കയറ്റി ഇട്ട വളകളാണ് കേട്ടോ. ഇപ്പോഴും അതുപോലെ തന്നെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്നേ. വളയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ ഇവിടെയും എന്താണ് കുർത്തയോ സാരിയോ എന്തിൻ്റെ ഇവിടെ മാച്ചായി പോകുന്നൊരു വളയാണ് കേട്ടോ. നല്ല പേളിൻ്റെ വർക്ക് വരുന്നൊരു വളയാണ്. നോക്കിയേ, നല്ല രസമല്ലേ ഇത് കാണാൻ. പച്ച, മെറൂൺ അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാലും നല്ല പീച്ച് കളറും പിസ്ത കളറൊക്കെ ചേർന്ന് വരുന്ന ആ ഒരു മോഡലാണ് കേട്ടോ. കളർ കറക്റ്റ് അങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ. അതാണ് ഈ വളയുടെ മോഡൽ കേട്ടോ. പിന്നെ ഒരു ബ്ലാക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടേ. അപ്പം ഇതൊക്കെ എപ്പോഴും എൻ്റെ കയ്യിൽ കാണുന്ന ആഭരണങ്ങളാണ് കേട്ടോ. പിന്നെ ഇതും നല്ല ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആഭരണ സെറ്റുകൾ കണ്ടു. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ കുഞ്ഞു ജ്വല്ലറി കളക്ഷൻസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ഇല്ലെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ചെറിയ ജ്വല്ലറി കളക്ഷൻസ് ആണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ജ്വല്ലറി കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാമോ എന്ന് കേട്ടോ. എനിക്കത് ഓർമ്മയില്ല, പേരേതൊന്നും ഓർമ്മയില്ല. ഒരാളെ പറഞ്ഞിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ജ്വല്ലറി കളക്ഷൻസ് എനിക്കുള്ളതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ജ്വല്ലറിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഡെയിലി വീഡിയോ ആണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഇടയ്ക്ക് വെച്ച് എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു, കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇന്ന് മുതൽ വീണ്ടും ഡെയിലി വീഡിയോസ് ആണ്. എല്ലാ ദിവസവും രാത്രി കൃത്യം 8:30-ക്കാണ് നമ്മുടെ ഡെയിലി വീഡിയോസ് വരുന്നത്. ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക, എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.